ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലുണ്ടായ സംഭവമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായ ഒരു മിന്നൽ പണിമുടക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ക്യാബിൻ ക്രൂ ജീവനക്കാർ പണിമുടക്കിയതിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദ് ചെയ്യേണ്ട സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ടായി. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പല വിമാനങ്ങളും ഇന്ന് റദ്ദ് ചെയ്യപ്പെട്ടു. എയർ ഇന്ത്യക്ക് വൻ പേരുദോഷമുണ്ടായ ദിവസമാണിത്. മുന്നറിയിപ്പില്ലാതെയായിരുന്നു വിമാനങ്ങൾ റദ്ദ് ചെയ്തത്. പല കാരണങ്ങളാൽ എയർപോർട്ടിലെത്തിയ പല ആളുകളും കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങിപ്പോകേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. വളരെ സങ്കടകരമായ സാഹചര്യമാണ്. ഇന്ന് തന്നെ ഗൾഫ് നാടുകളിൽ തന്നെ പ്രവാസികളൊക്കെ അവരുടെ ജീവിതമല്ലാതെ അവതാളത്തിലായിപ്പോയ സാഹചര്യം ഇന്ന് പ്രഭാതത്തിൽ ഈ മിന്നൽ പണിമുടക്ക് മൂലം കണ്ടു. എയർ ഇന്ത്യ ഒരു രീതിയിൽ പച്ചപിടിച്ചു വരാൻ വേണ്ടി ടാറ്റ വലിയ ശ്രമങ്ങൾ നടത്തുമ്പോഴായിരുന്നു പൈലറ്റന്മാർ അഖിലേന്ത്യാ തലത്തിൽ ഓർക്കാപ്പുറത്ത് മിന്നൽ പണിമുടക്കുമായി ഇന്ന് രംഗത്ത് വന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് യാത്രക്കാരെ തെല്ലൊന്നുമല്ല വലച്ചത്. ഒരു മുന്നറിയിപ്പും യാത്രക്കാർക്ക് ലഭിക്കാതിരുന്നത് ദുരിതം ഇരട്ടിയാക്കി. കണ്ണൂരിൽ മാത്രം 3 സർവീസുകളിലായി 450ഓളം പേർക്കാണ് യാത്ര തടസ്സപ്പെട്ടത്. അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും സൊല്യൂഷൻ പറഞ്ഞാൽ അതുമില്ല. ഞങ്ങൾ മാത്രം പറഞ്ഞു വിട്ടാൽ മതി. ഞങ്ങൾക്ക് ലഗേജ് കൊണ്ടുപോകണം നിർബന്ധമില്ല. ആകെ 2 ജോഡി ഡ്രസ്സ് മാത്രമേ ഞങ്ങളെ പെട്ടിയിലുള്ളൂ. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. വിസ കാലാവധി അവസാനിക്കുന്നവർ, രോഗശയ്യയിൽ കിടക്കുന്നവരെ അവസാന നോക്ക് കാണാനെത്തിയവർ, അങ്ങനെ നീളുന്നു എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്വ നിലപാടിൽ നട്ടം തിരിഞ്ഞവരുടെ പട്ടിക. പുലർച്ചെ 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനെത്തിയപ്പോഴാണ് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദ് ചെയ്ത വിവരം യാത്രക്കാർ അറിയുന്നത്. പിന്നാലെ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ യാത്രാ വിമാനങ്ങൾ റദ്ദാക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരെയും അക്ഷരാർത്ഥത്തിൽ വലച്ചു. തെക്കൻ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് മണിക്കൂറുകൾ കൊണ്ട് യാത്ര ചെയ്ത് വിമാനത്താവളത്തിലെത്തുമ്പോഴാണ് വിവരമറിയുന്നത്. പ്രതിഷേധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അടിയന്തര സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ബദൽ സംവിധാനം എയർ ഇന്ത്യ അധികൃതർ ഒരുക്കി നൽകിയെങ്കിലും അതുകൊണ്ടും പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിലായി 70 സർവീസുകളാണ് റദ്ദു ചെയ്തത്. എയർ ഇന്ത്യയുടെ നിലപാട് മര്യാദകേടെന്ന യാത്രക്കാർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി പ്രശ്നങ്ങളുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്കിന്ന് മസ്കലിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നത് കൈവഴിയാണ്. കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെയായി. അപ്പോൾ നമ്മൾ ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസലാണെന്ന്. നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല. ടിക്കറ്റ് മറ്റൊരു ദിവസം പുനഃക്രമീകരിച്ച് നൽകാമെന്ന് പറയുമ്പോഴും അന്ന് യാത്ര സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉറപ്പു നൽകുന്നില്ല. തിരുവനന്തപുരത്ത് മാത്രമാണ് പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയത്. ഞങ്ങൾ 5 മണിയായപ്പോൾ ഇവിടെ വന്ന് 7:30 ആയപ്പോൾ അകത്ത് കയറി 10:40 വരെ വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റ് ഇല്ല, ഡിലേ ആയി, വീണ്ടും 2 മണിക്കൂർ ഡിലേ ആയി. ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു. പിന്നെ ഇവർ ഡേറ്റ് മാറ്റി കൊടുത്ത് ഒരു 180 പേരുണ്ടായിരുന്നു, എല്ലാവരും പോയി. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു, എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് കാരണം. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചു. ഇതിനിടയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ ദുബായ് ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് പുറപ്പെട്ടു. യാത്രക്കാർ നേരിട്ട ബുദ്ധിമുട്ടിൽ വ്യോമയാന മന്ത്രാലയം ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കത്തയച്ചിട്ടുണ്ട്. പണം തിരികെ നൽകിയാലും ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയാലും യാത്രക്കാർക്ക് ഒരു മുന്നറിയിപ്പും നൽകാതെ ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്ത നടപടി അംഗീകരിക്കാനാവില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. അലവൻസ് കൂട്ടി നൽകണം എന്നാവശ്യപ്പെട്ട് 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് സർവീസുകൾ അപ്പാടെ റദ്ദ് ചെയ്യാൻ ഇന്ന് കാരണമുണ്ടായത്. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായി നടക്കുകയാണ്. എന്നാലും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്രയും സർവീസുകൾ റദ്ദാക്കിയത് എയർ ഇന്ത്യയുടെ മര്യാദകേട് എന്നാണ് യാത്രക്കാർ പറഞ്ഞത്. 5-നായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:30 തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ. നമ്മൾ 10,000-6,000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ 10-ാം തീയതിക്ക് റീഷെഡ്യൂൾ വന്നിട്ടുണ്ട്.
അതിനിപ്പം 10-ാം തീയതി വീണ്ടും ഉണ്ടോ കൺഫേം അല്ല. അവിടെ എത്തേണ്ട ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതുവരെയൊക്കെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫെയർ കൂടിയോണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ആക്കുക അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാം. നമുക്ക് ഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, വേറൊരു ദിവസം പോകാനുള്ള ചാൻസ് ഇല്ലല്ലോ. ഇത് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വിഷമിക്കുക, ഇരിക്കാൻ പോലും സൗകര്യം. ടിക്കറ്റ് എടുത്തിരുന്നാണ്. അപ്പോൾ അവർ പറയുന്നത് കണക്കൂട്ട് നാളെ വേണ്ടതാണ് പറയുന്നത്. അപ്പോൾ നാളത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. നിങ്ങൾ വിസ നാളെ ക്യാൻസലാണ്. ഇന്നാണ് ഞാൻ കൂട്ടിയപ്പോൾ, പിന്നെ അവിടുന്ന് അവർ അതോറിറ്റി കൂട്ടിയപ്പോൾ നാളെ കൊണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായൊരു സാഹചര്യമായിരുന്നു. കാരണം ഈ പൈലറ്റുമാരും ക്യാബിൻ ക്രൂ ഒക്കെ പെട്ടെന്ന് സമരം ചെയ്യുന്നത് അവരാലോചിക്കണം എത്ര ആയിരക്കണക്കിന് ആളുകളെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന്. അവർക്ക് സമരം ചെയ്യാം, അഡ്വാൻസായിട്ട് നോട്ടീസൊക്കെ ഇറക്കി അതിൻ്റെ മര്യാദയുടെ വഴിയിൽ സമരം ചെയ്യാം. രാവിലെ വന്നിട്ട് ഞങ്ങളിപ്പോൾ മുതൽ സമരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഈ ആളുകളെല്ലാം കൂടെ തീരുമാനിക്കും ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇവരുടെ ജീവിതം കട്ടപ്പോകുകയാകില്ലേ? അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും ഒരു സ്ഥാപനം, എയർ ഇന്ത്യ പോലെ സ്ഥാപനം ടാറ്റ ഏറ്റെടുത്തത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇങ്ങനെ വ്യാപകമായി സമരം ചെയ്ത് ആളുകളെ നട്ടം തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.